ഓക്കെ, ഹലോ എവരി വൺ. നമ്മൾ അടുത്തായി നോക്കേണ്ടത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, അതായത് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് സിലബസ് പ്രകാരം ഞാൻ ഒന്നും കൂടി നമ്മൾ ഊന്നൽ കൊടുത്ത് പറയുകയാണ്. സിലബസ് അപ്ഡേറ്റ് ചെയ്ത കാര്യം ഇനിയും ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുക. സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അങ്ങനെ മാറി വന്ന ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. നിങ്ങൾ പഴയ സിലബസാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇത് എന്തായിരിക്കും, ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അക്കൗണ്ടാണ്. ഓക്കെ, ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ തീർന്നു എന്നുള്ളൊരു മൂഡിൽ ഇരിക്കുകയായിരിക്കും. പേടിക്കേണ്ട, ടൈം ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ടൈം ഉണ്ടാവും പരീക്ഷയ്ക്ക്. ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയിൽ നടത്തുമെന്ന് അറിയത്തില്ല, അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിൽ നിൽക്കാനുണ്ട്. കുഴപ്പമില്ല, ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. സോ കീപ് വാച്ചിങ്. ഓക്കെ, നമ്മൾ ക്ലാസ്സസ് ഈ ഒരു ഫ്ലോയിൽ തന്നെ പോവാം. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇല്ലാതാവുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ, സ്ഥിരം പറയുന്ന എക്സാമ്പിളിലേക്ക് തന്നെ പോകുന്നു. എ ബി സി നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും, പോട്ടെ. എയും ബിയും സിയും 3 മനുഷ്യരാണ്. ഈ 3 മനുഷ്യരും കൂടെ എന്ത് ചെയ്യാണ്, ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണ്. എ ബി സി എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ് ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങുകയാണ്. ഇതിൻ്റെ അകത്തിൽ നിന്ന് ഓക്കെ, വീണ്ടും ഓർക്കുക, നമ്മുടെ ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട് 1932. അതിൽ പറയുന്നുണ്ട് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഒന്നോ ഒന്നിലധികമോ ആൾക്കാർക്കിടയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. എടുത്തു പറയുന്നൊരു കാര്യമാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ 3 പേർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ആധാരമാകുന്നത്. അപ്പോൾ ഇവരുടെ ബന്ധത്തിന്മേലുണ്ടായി വന്നൊരു കച്ചവട സ്ഥാപനമാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നു വിചാരിക്കുക, സി ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ സി മരിച്ചു പോകുന്നു, ഇല്ലെങ്കിൽ ആ ഒരു ബിസിനസ് തുടരാൻ സിക്ക് എന്തില്ല, നിയമപരമായി ഇനി യോഗ്യതയില്ല. അങ്ങനത്തെ ഒരാളായി സി മാറി. അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് സിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, നമ്മുടെ മേൽ പറഞ്ഞ ബിസിനസ്സിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നു. ഇപ്പം ആര് മാത്രമേ ഉള്ളൂ, എയും ബിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ ആ എൻ്റർപ്രൈസ് നിലനിൽക്കുമോ? ഒരു കാരണവശാലും നിലനിൽക്കില്ല. കാര്യം എന്തായിരുന്നു, ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം വന്നത് എയും ബിയും സിയും തമ്മിലുള്ള ബന്ധത്തിന്മേലാണ്. അവിടെ ആര് പോയി കഴിഞ്ഞു, ഇപ്പോൾ സി പോയി കഴിഞ്ഞു. എയും ബിയും മാത്രം നിൽക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ തുടരാം. എന്ത് ചെയ്യണം, എ ബി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങി അതിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും. എ ബി സി എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ണർഷിപ്പ് എന്തായി, അവിടെ ഇല്ലാതായി. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇതിനാണ് എന്തെന്ന് പറയുക ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ, ബിസിനസ് ഇനി തുടരത്തില്ല, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഡിസൊല്യൂഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഒരാൾ മരിച്ചു പോകുന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം. ഇല്ലെങ്കിൽ ഒരു ചെറിയ കാലത്തേക്ക് വേണ്ടി തുടങ്ങിയ പാർട്ണർഷിപ്പ് ആവാം. പാർട്ണർഷിപ്പ് തുടങ്ങിയ ഉദ്ദേശം കഴിഞ്ഞു, പിന്നെ അതവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാവാം. അങ്ങനെ എന്തോ കാരണം കൊണ്ട്, ചിലപ്പം ലോ പറയുന്നു നിങ്ങൾ നടത്തുന്ന ഒരു അൺലോഫുൾ ബിസിനസ്സാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബിസിനസ് നിർത്തണമെന്ന് പറഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യാം, ഈ ബിസിനസ് പിന്നെ തുടരത്തില്ല. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് രണ്ടിലധികമോ ആൾക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഡിസൊല്യൂഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ആ ഒരു ഐഡിയ ഓക്കെയാണ് വിചാരിക്കുന്നു. അപ്പോൾ എന്തോ കാരണമുണ്ട്. കാരണം എന്തായിക്കോട്ടെ, നമ്മുടെ നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടാൻ, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ അകത്തുള്ള ബാക്കി ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, അതിനെ പറ്റിയൊന്നും നമ്മൾ ബോധർ ചെയ്യുന്നില്ല. അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് എന്താണ് ഇനി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയടാ, നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം എന്തോ ഒരു കാര്യത്തിന് നിങ്ങളെല്ലാവരും പൈസ മുടക്കി ഒരു കാര്യം നടത്തി, അത് നിങ്ങൾ വച്ച് നിർത്താൻ പോവുകയാണ്, അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്തായിരിക്കും പ്രൊസീജിയർ? ആ ഒരു പെട്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് ഇതിലും ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ടെക്നിക്കലി ഇതിൻ്റെ അകത്ത് പറയുമെന്നേ ഉള്ളൂ. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ബിസിനസ് നിർത്താൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യടാ, വിൽക്കും അല്ലേ. അസറ്റുകളെല്ലാം സെല്ല് ചെയ്യും. എന്നിട്ട് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള കടങ്ങളും ബാധ്യതകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ലയബിലിറ്റി മീറ്റ്. ഇപ്പോൾ അസറ്റിനെ സെല്ല് ചെയ്തു, ലയബിലിറ്റീസ് എല്ലാം മീറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും,
ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, ഇവരെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കും. ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു നിർത്തിയാൽ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. അതായത് ബിസിനസ്സിൻ്റെ അകത്തുള്ള അസറ്റുകളെല്ലാം വിറ്റ് വീട്ടാനുള്ള കടങ്ങളെല്ലാം വീട്ടി ബാക്കിയുള്ളത് ഇവർ ഷെയർ ചെയ്തെടുക്കുന്നു. ഇതാണ് അടച്ചുപൂട്ടലിൻ്റെ ഒരു എന്താ പറയുക യൂണിവേഴ്സലായിട്ടുള്ള നടപടിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് എങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മൾ അക്കൗണ്ടുകൾ കാണിക്കണം, എങ്ങനെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് വിടണം തുടർന്ന കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. ഇനി നമുക്ക് സിലബസിൽ പറയുന്ന ചില വാക്കുകൾ ഒന്ന് കണ്ടിട്ട് തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് എന്ത് നോക്കാം, ഓരോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ വരുത്താം. സിലബസിൽ പറയുന്ന ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഓക്കെ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാനായിട്ട് എന്തുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ലോ നിർത്താൻ പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ തുടരാനുള്ള യോഗ്യത ഇല്ല ഡിസ്ക്വാളിഫൈഡായി പോകുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പർപ്പസ് അവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി പാർട്ണർഷിപ്പ് തുടരേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊരു പാർട്ണർഷിപ്പും ഡിസോൾവ് ആയി പോവാം. അതിലൊരു കാരണമാണ് ഡിസ്ക്വാളിഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് പാർട്ട്ണറായിട്ട് തുടരാനുള്ള യോഗ്യത ഇല്ലാതെ ആയി പോകുന്നു എന്നുള്ളത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അതിൽ പല കാരണങ്ങൾ കൊണ്ട് യോഗ്യത ഇല്ലാതാവാം. അതിലൊരു മേജർ റീസൺ നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മളൊരു മാനേജ്മെൻറ്റ് കൊമേഴ്സ് മേഖലയിൽ പഠിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ഇൻസോൾവൻസി അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് എന്ന് പറയും. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ തുടർന്നു പോകാൻ യോഗ്യതയില്ലാതെ ആയിപ്പോകും വിധം ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന്, അയാൾ മരിച്ചുപോയി, ജീവനില്ലാത്ത ഒരാൾക്ക് എന്താവാൻ പറ്റത്തില്ല, ഇതിൽ ഒരു പാർട്ടാവാൻ പറ്റത്തില്ല. അതേപോലെ ഈ ഒരു കേസിൽ പിടിക്കപ്പെട്ട ഒരാൾക്ക് ഇനി ജയിലിൽ കിടക്കുന്ന ആൾക്ക് തുടരാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതുപോലെ ഒരു റീസണാണ് ഒരാൾ ഇൻസോൾവെൻ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഇനി തുടരാൻ യോഗ്യതയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ചോദ്യം, എന്താണ് ഇൻസോൾവെൻറ്റ്? ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മലയാളത്തിൽ വളരെ പറഞ്ഞു കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് പാപ്പരാവുക എന്നല്ലേ. നമ്മൾ പലരും പല അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. കയ്യിൽ പൈസ ഇല്ലാതാവുന്നൊരവസ്ഥയാണ് നമ്മൾ പൊതുവേ പാപ്പരാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ when we come to proper legal terms, ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പറഞ്ഞു പാപ്പരാവുക എന്നാണ്. പാപ്പരാവുക ഓക്കെ. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇൻ ലീഗൽ ടേംസ് എന്താണ് ഇൻസോൾവെൻ്റ് അല്ലെങ്കിൽ പാപ്പരാവുക എന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ കയ്യിൽ 100 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കുക. അയാൾ പാപ്പരാകുമോ? യെസ്, അയാൾക്ക് പാപ്പരാകാം. എപ്പോൾ പാപ്പരാകാൻ പറ്റും? അയാളുടെ ലയബിലിറ്റി, അയാൾ കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ ഒരു 101 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ഈ 100 കോടി നമ്മൾ പറഞ്ഞത് അയാളുടെ സകലമാന അസറ്റുകളും വിറ്റുമറക്കിയാൽ കിട്ടുന്ന രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ 100 കോടി 1 രൂപ ഉണ്ടായിരുന്നാൽ മതി. മനസ്സിലായില്ലേ? 1 രൂപ അധികം ഉണ്ടായിരുന്നാൽ മതി. അയാളുടെ അസറ്റിനേക്കാളും എത്ര ചെറുതായിക്കോട്ടെ ലയബിലിറ്റിയാണ് കൂടി നിൽക്കുന്നതെങ്കിൽ, അസറ്റ് ലയബിലിറ്റിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലയബിലിറ്റിയാണ് കൂടി നിൽക്കുന്നതെങ്കിൽ അയാൾ എന്താണ്? പാപ്പരാണ്. കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങൾ വിറ്റാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അയാൾക്ക് അയാളുടെ കടങ്ങൾ വീട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുന്ന ആളിനെയാണ് ഇൻസോൾവെൻ്റ് അല്ലെങ്കിൽ പാപ്പരാവുക എന്ന് പറയുന്നത്. നമ്മുടെ ലീഗൽ ടേംസ് ആയിരുന്നാൽ പോലും അതാണ് സത്യാവസ്ഥ. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തവനല്ല പാപ്പരാവുന്നത്, അയാളുടെ കയ്യിലുള്ള സകലമാന അസറ്റുകളും വിറ്റെടുത്താൽ അയാളുടെ കടങ്ങൾ വീട്ടാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലെത്തിയ ആളിനെയാണ് ഇൻസോൾവെൻ്റ് അഥവാ പാപ്പരാവുക എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥേനെയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ഇൻസോൾവെൻ്റ് ആവുന്നതിനെ കുറിച്ച് നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് ഇത്രയും ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുമ്പ് ഈ പാർട്ണർഷിപ്പ് പഠിച്ച് തുടങ്ങിയപ്പോൾ LLPയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. LLPയുടെ കാര്യം, അങ്ങനെ ഒരു LLP എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ആയി വരുന്നതിൻ്റെ കാര്യം എന്താ? പാർട്ണർഷിപ്പിൻ്റെ അകത്ത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്തല്ലടാ, ലിമിറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഞാനൊരു ബിസിനസ്സിലെ പങ്കാളിയാണ്. ആ ബിസിനസ്സിൻ്റെ കടം ഒരു 100 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് 100 തൊട്ടൊരു കളിയില്ല. 100 കോടി രൂപയുടെ കടം ആ ബിസിനസ്സിനുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ എന്താണ്, ആ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സിൽ ഒരാളാണ്. 4 പാർട്ട്നേഴ്സുണ്ട്. ആ 4 പേരിലെ ഒരാളാണ് ഞാൻ. ബിസിനസ്സിൽ ഒരു 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ 100 കോടി രൂപ കടം ഉണ്ടായെന്ന് പറയുമ്പോൾ എൻ്റെ 10 കോടി രൂപ പോകുമായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ചുമ്മാ ഇരിക്കും. ശരി, 10 കോടി രൂപ പോകും, പോട്ടെ, നഷ്ടം വന്ന് പോട്ടെ എന്ന് പറഞ്ഞാൽ ചുമ്മാ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കുമടാ? ഈ ബാധ്യത മറ്റ് അസറ്റുകളെല്ലാം വിറ്റതിന് ശേഷമാണ് 100 കോടി രൂപ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ടോ 25 കോടി 25 കോടി 25 കോടി എന്ന് പറഞ്ഞ് ഈക്വലായിട്ടോ, ഇല്ലെങ്കിൽ എങ്ങനെ നമ്മളെ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടോ, ഒരു റേഷ്യോ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടോ ഹൗ ടു ഷെയർ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്നുള്ള. അപ്പോൾ ഈ ഒരു ലോസ് 100 കോടി രൂപയുടെ ബിസിനസ്സിനുണ്ടായ ലോസ് ആര് വീതിച്ചെടുക്കണം? നമ്മൾ വീതിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ വീതിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് വന്നേക്കാം? നഷ്ടം വന്നേക്കാം. അങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിൽ കിടക്കുന്ന പുരയിടം വിറ്റിട്ടായിരുന്നാലും ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ നഷ്ടം നികത്താനുള്ള ബാധ്യത എനിക്കുണ്ട്. നേരെ മറിച്ച് ഇതൊരു LLP ആയിരുന്നെങ്കിൽ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആയിരുന്നുവെങ്കിൽ, അതൊരു കമ്പനി ഫോമിൽ പോകുന്നൊരു സാധനമാണ്. അവിടെ എന്തില്ല, ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് നിൻ്റെ വസ്തു വിറ്റേണ്ടി വന്നൊന്നും ആരും പറയത്തില്ല. പക്ഷേ വെൻ ഇറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ഫോം, ലീഗലി വി ആർ ബൗണ്ട് ടു ബ്രിങ് അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്, നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? വെൻ എ പേഴ്സൺ ബിക്കം ഇൻസോൾവെൻ്റ്, അയാൾ ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ, അയാൾക്ക് അയാളുടെ കടങ്ങൾ വീട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നാൽ, അതായത് നമ്മുടെ ഈ ബിസിനസ് ഉണ്ടായ ലോസ് തന്നെ അയാൾക്ക് മീറ്റ് ചെയ്യാൻ അയാൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്തായി മാറുന്നു? അയാൾ ബിസിനസ്സിൽ തുടരാൻ യോഗ്യനല്ലാതെ ആകുന്നു. അയാൾ നമ്മളെ ബിസിനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരുന്നു. അതിനാണ് നമ്മൾ എന്താണ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ എന്ന് ഊന്നൽ കൊടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓക്കെയാണ് വിശ്വസിക്കുന്നു. എന്താണ് ഡിസൊല്യൂഷൻ, എന്താണ് ഇൻസോൾവൻസി ഇൻ പാർട്ട്ണർഷിപ്പ് ഫോം? ഇനി അറിയേണ്ടത് ഒരു 3-4 വാക്കുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്നുള്ളത്. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല, കാര്യം നമുക്കത് പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ എത്തുമ്പോൾ പറയാം. ബട്ട് തിയറിറ്റിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, തിയറി പാർട്ട് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടൊന്നും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്താണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ? ഓക്കെ, ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത് ഒരു റൂളാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ണർ ഇൻസോൾവെൻ്റായി, അപ്പോൾ എന്ത് സംഭവിക്കും? അയാൾ എന്തോ ഒരു നഷ്ടം ബിസിനസ്സിൽ അയാൾ വഹിക്കേണ്ടതുണ്ടായിരുന്നു. അത് വഹിക്കാൻ ഇപ്പം നിലവിൽ അയാൾക്ക് എന്തില്ല? കെൽപ്പില്ല. ഹീ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ദ ലയബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ലോസ് മീറ്റ് ചെയ്യാനുള്ള ഒരു കെൽപ്പ് പുള്ളിക്ക് ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ ആ ലോസ് ആര് മീറ്റ് ചെയ്യേണ്ടി വരും? ബാക്കി നിൽക്കുന്ന പാർട്ട്നേഴ്സ് മീറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരുന്നൊരു റൂളാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിസൊല്യൂഷൻ്റെ സമയത്ത് എങ്ങനെയായിരിക്കും നമ്മൾ അസറ്റൊക്കെ വീതിച്ച് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു മെത്തേഡാണ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. തുടർന്നുള്ള പല കാര്യങ്ങൾ പറഞ്ഞു. ഡെത്ത് ഓഫ് എ പാർട്ണർ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറലായിട്ട് എന്ത് ചോദിക്കാം? ഡിസൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്ങനെയാണ് ഡിസൊല്യൂഷൻ ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. പിന്നൊരു സാധനമുണ്ട്, പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. എങ്ങനെയാണ് ഈ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിലൂടെ കണക്ക് ചെയ്യുന്നത്? വളരെ റെയറായിട്ട് ചോദിക്കാറുള്ളൂ ഈ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഡെത്ത് ഓഫ് എ പാർട്ണർ, അത് ചോദിക്കാറുണ്ട്. ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്? ഈ ഒരു 4 കാര്യങ്ങളാണ് കണക്കായിട്ട് പൊതുവേ ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഈ പറഞ്ഞ നടുക്കിലുള്ള സാധനം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അധികം ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഗാർണർ വേഴ്സസ് മുറേ റൂളും അങ്ങനെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടില്ല. ഈ പറഞ്ഞൊരു ബേസിക് ഡിസൊല്യൂഷനും ഡെത്ത് ഓഫ് എ പാർട്ണറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് ആദ്യത്തെ 2 നോക്കിയിട്ട് ബാക്കിയുള്ളതിലോട്ടൊക്കെ പോവാം. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട. എന്നാലും ഞാൻ പറഞ്ഞത് ഈ ബേസിക് ഡിസൊല്യൂഷൻ എന്താണെന്നൊരു ഐഡിയ വരുത്തണം. ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ അക്കൗണ്ടുകൾ മാറും എന്നുള്ളതൊന്ന് കാണണം. അപ്പോൾ അതാണ് നമ്മൾ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഐഡിയ, ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് ചോദിച്ചാൽ, എന്താണ് ഡിസൊല്യൂഷൻ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഓക്കെ, എന്താണ് ഡിസൊല്യൂഷൻ എന്ന് നോക്കി. ഡിസൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെന്ന് നോക്കി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ട് പോയി? ഇൻസോൾവൻസി എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കി. ഈ പറഞ്ഞ ഇൻസോൾവൻസി പാർട്ണർഷിപ്പ് ഫോമിൽ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കി. എന്നിട്ട് നമ്മൾ പഠിക്കാനുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ വെർഷനിലേക്ക് പോകാം. സിമ്പിളായിട്ടുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉറപ്പായിട്ടും പറഞ്ഞുതരാം, പേടിക്കേണ്ട. ഇനി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൻ്റെ താഴെ ഡൗട്ടായിട്ട് ചോദിക്കുക. അതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ക്ലാരിഫൈ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു ഓൾ.